അന്റാർട്ടിക്കയിൽ കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ, കൺമുമ്പിൽ തകർന്നു വീഴുന്ന ഹിമശില്പങ്ങൾ, ആമസോണിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ്, പിന്നെ അതിൻ്റെ നേരെയടിയിൽ ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്യു. ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങൾ. സൗത്ത് പോൾ, നോർത്ത് പോൾ, ആർട്ടിക്, അന്റാർട്ടിക്ക, പോളാർ പെൻഗ്വിൻസ് ഇങ്ങനെയുള്ള പല വാക്കുകളും ഞാൻ മഞ്ഞിനോട് അനുബന്ധമായി ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പിന്നീട് മുതിർന്നപ്പോൾ ആർട്ടിക് വേൾഡ് മാപ്പിന്റെ ഏറ്റവും മുകളിൽ നോർത്തിലാണെന്നും അന്റാർട്ടിക്ക താഴെ സൗത്തിലാണെന്നും ഞാൻ മനസ്സിലാക്കി. പോളാർ ബിയർസ് നോർത്തിലും പെൻഗ്വിൻസ് സൗത്തിലും മാത്രമാണുള്ളതെന്നും അവ രണ്ടും ഒരിടത്തും ഒരുമിച്ചില്ല എന്നും സൗത്തിൽ വിന്റർ ആയിരിക്കുമ്പോൾ നോർത്തിൽ സമ്മർ ആയിരിക്കുമെന്നും പിന്നീട് ഞാൻ അറിഞ്ഞു. പിന്നീട് യൂറോപ്പിലെത്തി അവിടുത്തെ വലിയ മഞ്ഞുമലകൾ കണ്ട് വാവളിച്ചു നിന്നപ്പോൾ ഇതൊക്കെ ഒന്നുമല്ലെന്നും ശരിക്കുള്ള ഐസിന്റെ മായാലോകം കാണണമെങ്കിൽ വേൾഡ് മാപ്പിന്റെ മുകളിലുള്ള നോർത്ത് പോളിലോ അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളായ സൈബീരിയ, ഗ്രീൻലൻഡ്, അലാസ്ക ഇവിടങ്ങളിലൊക്കെ പോകണമെന്ന് ഞാൻ അറിഞ്ഞു. ജർമ്മനിയുടെ ഏകദേശം 6 ഇരട്ടിയോളം വലിപ്പമുള്ള ഗ്രീൻലൻഡ് ഒരിക്കലും ഉരുകാത്ത ഐസിനാൽ മൂടിക്കിടക്കുകയാണത്രേ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻലൻഡ്, അലാസ്ക, സൈബീരിയ എന്നിവിടെയുള്ള ഐസ് എല്ലാം കൂട്ടിയാലും വേൾഡിലെ ഐസിന്റെ വെറും 10% മാത്രമേ വരുള്ളൂ. ബാക്കി 90% ഐസും കിടക്കുന്നത് താഴെ അന്റാർട്ടിക്കയിലുമാണ്. അന്റാർട്ടിക്കയിൽ ചില സ്ഥലങ്ങളിൽ മഞ്ഞിന്റെ കട്ടി 4.25 കിലോമീറ്ററോളം വരും. ഓ, അങ്ങനെ ഒരു ലോകമുണ്ടോ? അതെന്തൊരു ലോകമായിരിക്കും? അതൊക്കെ കാണുവാനുള്ള ഭാഗ്യം ഈ ഐസിൽ എന്തെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അതിന്റെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. 2 ആഴ്ച അന്റാർട്ടിക്കയും 2 ആഴ്ച ലാറ്റിൻ അമേരിക്കയും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഈ 1 മാസത്തെ യാത്രയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. ആദ്യം അന്റാർട്ടിക്ക, പിന്നീട് ആമസോണിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ്, പിന്നെ ബ്രസീലിലെ റിയോ, അങ്ങനെ പല സെക്ഷനുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും തീർച്ചയായും മുഴുവനായും കാണും. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ആസ്വദനമാകാതമായിരിക്കുകയാണ്. അവസാന തയ്യാറെടുപ്പുകൾ, ലഗേജിൻ്റെ വെയിറ്റ്, പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി എല്ലാം വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത്, പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ യാത്ര ചോദിച്ച് അങ്ങനെ യാത്ര പുറപ്പെട്ടു. 15 കിലോ ലഗേജ് മാത്രമേ അലൗഡ് ഉള്ളൂ. ആദ്യം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡ്. പുറത്തേക്ക് നോക്കിയാൽ യൂറോപ്പിലെത്തിയ പ്രതീതിയാണ് ഇവിടെ. ഓക്ലൻഡിൽ നിന്ന് ചിലിയിലെ സാന്റിയാഗോയിലേക്ക് പസഫിക് ഓഷന് മുകളിലൂടെ സ്പാനിഷ് മാത്രം സംസാരിക്കുന്നവരുടെ ലോകമാണിനി. ചിലിയിൽ നിന്ന് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലേക്ക് ആൻഡിസ് പർവ്വതനിരകളുടെ മുകളിലൂടെയുള്ള ഒരു യാത്ര. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞുമലകളുടെ മുകളിലൂടെ അവസ്മരണീയമായ ഒരു യാത്ര. ബ്യൂണസ് ഐറിസിൽ എത്തിച്ചേർന്നു. അന്റാർട്ടിക്ക. 2 ആഴ്ച ലാറ്റിൻ അമേരിക്ക എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞാൻ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും കിടന്ന ഉഷ്മായയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഷിപ്പിനാണ് അന്റാർട്ടിക്കയ്ക്ക് പോകുമ്പോൾ. ഇതാണ് നമ്മുടെ ഷിപ്പ് സീ സ്പിരിറ്റ്. ഞങ്ങളെ ബസ്സിൽ ഷിപ്പിനടുത്തേക്ക് എത്തിച്ചു. ഞങ്ങളെല്ലാവരും ഹോട്ടലിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ എക്സ്പെഡീഷൻ ടീം. നമ്മുടെ ഷിപ്പോട് വന്ന് കിടക്കുന്നു. ഷിപ്പിലേക്ക് കയറാൻ പോകുന്നു. ധാരാളം ഫുഡും നിറഞ്ഞ ചിരിയുമായി ഞങ്ങളെ ഷിപ്പിലേക്ക് ആനയിച്ചു. അതാ ഷിപ്പ് പുറപ്പെടുവാൻ പോവുകയാണ്. ഉഷ്വായ നഗരം വിട്ട് ഞങ്ങൾ അതാ അന്റാർട്ടിക്കയിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉഷ്വായ ദി എൻഡ് ഓഫ് ദി വേൾഡ് സിറ്റി എന്നും അറിയപ്പെടുന്നു. കാരണം ലോകത്തിന്റെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന സിറ്റിയാണിത്. നമ്മുടെ ഷിപ്പ് ഒരു 4 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയതാണ്. ഇതാണ് നമ്മുടെ ബെഡ്. നല്ലൊരു ബാറുണ്ട്, കഫേ, നല്ലൊരു ലൈബ്രറി, ധാരാളം ബുക്സ് ഉണ്ട് ഇവിടെ, വലിയൊരു റെസ്റ്റോറൻറ്റ്. പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന സേഫ്റ്റി ഡ്രിൽസ്. ഇവിടെ ഉപയോഗിക്കാനുള്ള പോളാർ ഗൈഡ്, നല്ല കട്ടിയുള്ള ജാക്കറ്റും സ്നോയിൽ ചാട്ടി നടക്കാനുള്ള റബ്ബർ ബൂട്ടും അവർ തരും. ഇടയ്ക്ക് ഇൻഫർമേഷൻ സെഷൻസ് ഉണ്ട്. ഇനി ബയോസെക്യൂരിറ്റി ചെക്കാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അന്റാർട്ടിക്കയിൽ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളും, ഗ്ലൗസ്, ബീനീസ്,
ബാക്ക് പാക്സ്, ബൂട്ട്സ്, എല്ലാ കാര്യങ്ങളും അവർ വളരെ ഡീറ്റെയിൽഡായി ക്ലീൻ ആക്കും. അത് ഇൻസ്പെക്ട് ചെയ്യാൻ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലും വന്നിട്ടുണ്ട്. റൂൾസ് എല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. ഇനി ഡ്രേക്ക് പാസേജ് ക്രോസിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ളതും വേവ്സ് ഉള്ളതുമായ കടൽ. ഈ കടൽ കടക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ആർക്കും അന്റാർട്ടിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നത്. ഒരു റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുന്നത് പോലെയാണിത്. 2 ദിവസം വേണം ഈ കടൽ കടക്കാൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. നമ്മൾ ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതാ മൂടൽ മഞ്ഞുകൾക്കിടയിലൂടെ ചെറിയ ചെറിയ മഞ്ഞുമലകളും ഐസ്ബർഗുകളും കണ്ടു തുടങ്ങി. എല്ലാവരും ഷിപ്പിന് പുറത്തേക്ക് ഡെക്കിലേക്ക് വന്നു. ആദ്യത്തെ ഐസ്ബർഗ് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. ഐസ്ബർഗുകളുടെ എണ്ണവും ഐസിന്റെ കട്ടിയും കൂടി വന്നു. മഞ്ഞുമലകൾ കൂടുതൽ കൂടുതൽ ദൃശ്യമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അന്റാർട്ടിക്കയുടെ മണ്ണിൽ കാലുകുത്താൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ള അറിയിപ്പ് വന്നു. 4 ലെയറോളം ഡ്രസ്സുകളിട്ട് ഞങ്ങൾ എല്ലാവരും അതിന് റെഡിയായി. ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ ബാക്ക് സൈഡ്. ഈ ഇൻഫ്ലേറ്റബിൾ ബോട്ട്സിനെ ഇവർ സോഡിയാക് എന്നാണ് വിളിക്കുന്നത്. ഈ സോഡിയാക്കുകളിലാണ് നമ്മൾ അന്റാർട്ടിക്കയുടെ കരയിലേക്ക് ലാൻഡിങ്ങിന് പോകുന്നത്. ഇവിടെ കയാക്കിങ്ങിനും സൗകര്യമുണ്ട്. ഈ സോഡിയാക്കുകളിലേക്ക് കയറാനും ഇറങ്ങാനും പ്രത്യേക പ്രൊസീജിയർ ഫോളോ ചെയ്യണം. തെല്ല് ഭയത്തോടെയാണ് ഞങ്ങൾ ഷിപ്പിൽ നിന്നും ഈ ചെറിയ ബോട്ടിലേക്ക് കയറിയത്. ഈ ചെറിയ ബോട്ടെങ്ങാനും ചെരിഞ്ഞാൽ ഞങ്ങൾ ഐസ് വെള്ളത്തിൽ വീഴുമോ എന്ന പേടി. കരയിൽ നമ്മുടെ എക്സ്പീഡിഷൻ ഗൈഡുകൾ നമ്മൾ ഇറക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഫോട്ടോസ് എത്ര എടുത്തിട്ടും ആർക്കും മതിയാകുന്നില്ല. ഒരു പെൻഗ്വിൻ കോളനിയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം വരവേൽക്കുന്നത് പെൻഗ്വിൻ ഡ്രോപ്പിംഗ്സ് ആണ്. മഞ്ഞിന്റെ കളർ തന്നെ മാറിയിരിക്കുന്നു. ഡ്രോപ്പിംഗ്സിന് വളരെ ഫേമസ് ആണ് പെൻഗ്വിനുകൾ. പെൻഗ്വിനുകളോ മറ്റു വൈൽഡ് ലൈഫോ അടുത്തുള്ളപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവയുടെ തൊട്ടടുത്തേക്ക് ചെല്ലാൻ പാടില്ല. നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന വഴികളിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ചുറ്റുമുള്ള മഞ്ഞുമലകളിലൊന്നും പെൻഗ്വിനുകളില്ല. ഈ മലയിൽ മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ പൊന്തികിടക്കുന്ന ഈ ഐസ് പീസുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. 10,000 വർഷം പഴക്കമുള്ള മഞ്ഞുമലകളിൽ നിന്ന് വന്നവയാണ്. Under pressure, air bubbles, oxygen which is trapped inside will be pushed away. തിരിച്ച് ഷിപ്പിലെത്തിയാൽ ബൂട്ടെല്ലാം നന്നായി ക്ലീനാക്കി ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഓരോ തവണയും ഷിപ്പിൽ തിരിച്ചെത്തുമ്പോൾ തണുത്ത് വിറച്ചിരിക്കുന്ന നമ്മുടെ ബോഡിയെ ഫ്രഷ് ആക്കാനായി ഒരു ഹോട്ട് ഡ്രിങ്ക് ഉണ്ടാകും. ഇത്തവണ ഹോട്ട് ഓറഞ്ച് ജ്യൂസ് വിത്ത് കാർഡമം. ഷിപ്പിലെ ഫുഡാണ് മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ബാർബക്യൂ എങ്കിൽ അടുത്ത ദിവസം ചൈനീസ്. ആൽക്കഹോൾ മാത്രം വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അതെന്തായാലും ഒരു കണക്കിന് നന്നായി. അഡ്വഞ്ചറസ് ട്രിപ്പിന് വന്നിട്ട് തടിയനായി തിരിച്ച് വീട്ടിലെത്തേണ്ടി വരുമോ എന്ന് ഞാൻ ഭയന്നു. ഷുഗറി ഐറ്റംസ്, കേക്ക്, ഐസ്ക്രീം, ഡെസേർട്സ് ഒന്നും കഴിക്കണമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം നമ്മൾ ഈ സോഡിയാക്കിൽ ഈ ബോട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു 2 മണിക്കൂർ അറ്റ്ലാന്റിക് വാട്ടേഴ്സിലൂടെയുള്ള ഒരു യാത്രയാണ്. മഞ്ഞുമലകൾക്കരികിലൂടെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. പണ്ട് വെയിലേഴ്സ് തിമിംഗലത്തിനെ പിടിക്കാൻ വന്നിരുന്നവരുടെ ഒരു ബോട്ട് കത്തിനശിച്ചു കിടക്കുന്നത് കണ്ടു. ഷിപ്പിന് ചുറ്റും ധാരാളം ബേഡ്സ് ഉണ്ട്. ഇത് വേൾഡിലെ ഏറ്റവും കൂടുതൽ വിങ് സ്പാനുള്ള ബേഡായ ആൽബട്രോസ്. മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അന്റാർട്ടിക്കയാണ് വേൾഡിലെ ഏറ്റവും ഡ്രൈയസ്റ്റ് കോണ്ടിനെന്റ് എന്നുള്ളതാണ്. ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് അത് ഓസ്ട്രേലിയയാണെന്നാണ്. സ്നോയിങ് ഇവിടെ വളരെ കുറവാണ്. തണുപ്പ് മൂലം മെൽറ്റായി പോകാത്തതിനാൽ സ്നോ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൻഗ്വിൻ കോളനിയാണ് ആ കാണുന്നത്. നെസ്റ്റിംഗ് ടൈമാണ്. അവയുടെ മുട്ടകൾ വിരിയാറായിരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും വെള്ളത്തിലൂടെ ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സോഡിയാക് ക്രൂസും പെൻഗ്വിൻ കോളനി വിസിറ്റും മഞ്ഞുമല കയറ്റവും ഉണ്ടാകും. കയാക്കിങ്ങിന് ജോയിൻ ചെയ്തിരിക്കുന്നവർ സോഡിയാക് ക്രൂസിന്റെ സമയത്ത് കയാക്കിങ്ങിന് പോകും. $1,500 US ആണ് കയാക്കിങ്ങിന് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്.
കില്ലർ വെയിൽസ് എന്നറിയപ്പെടുന്ന ഓർക്കകൾ അടുത്തുണ്ടെന്ന് ക്യാപ്റ്റൻ അറിയിച്ചതിനെ തുടർന്ന് എല്ലാവരും അവയെ കാണാനുള്ള പാച്ചിലായി. 4 എണ്ണം അടങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് ഞങ്ങൾ കണ്ടത്. സമ്മറിൽ മഞ്ഞുരുകിയാൽ മാത്രമാണ് കടലിലൂടെ അവയ്ക്ക് ഇവിടേക്ക് വരാൻ കഴിയുകയുള്ളൂ. വളരെ ചുരുക്കം ടൂറിസ്റ്റുകൾക്ക് മാത്രമേ ഇവിടെ ഓർക്കകളെ കാണാൻ സാധിക്കാറുള്ളൂ. എത്ര കണ്ടിട്ടും മതി വരാത്ത പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള ഐസ്ബർഗുകളാണ് ചുറ്റും. ഒരു അർജന്റീനൻ റിസർച്ച് ബേസും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിനടുത്ത് ഒരു പെൻഗ്വിൻ കോളനിയുണ്ട്. നമ്മുടെ കണ്ണുകൾ കണ്ടുപരിചയിച്ച കാര്യങ്ങളൊന്നും ചുറ്റുമില്ല. ഏതോ ഒരു മായാലോകത്താണ് ഇപ്പോഴുള്ളത് എന്ന പ്രതീതിയാണ്. പിറ്റേ ദിവസം രാവിലെ നല്ല ചൂടോടുകൂടിയ വെയിൽ. വിന്റർ ജാക്കറ്റ് ഇട്ട് ഒരു വലിയ മല കയറിയത് കൊണ്ട് മുകളിൽ ചെന്നപ്പോൾ എല്ലാവരും നല്ലോണം വിയർത്തു. ഇനി ജാക്കറ്റ് ആവശ്യമില്ല കുറച്ചു നേരത്തേക്ക്. അന്റാർട്ടിക്കയിൽ ടീഷർട്ട് വെതർ. ജാക്കറ്റിന്റെ വെയിറ്റ് ഇല്ലാതെ മഞ്ഞിൽ കളിക്കാം. 1 മാസത്തോളം എല്ലാ റെസ്പോൺസിബിലിറ്റികളും ഏറ്റെടുത്ത് എന്നെ ഫ്രീ ആക്കി വിട്ട പ്രിയതമയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. I love you, Leah! അന്റാർട്ടിക്കയുടെ ഉള്ളിലേക്ക് കൂടുതൽ പോകുന്നതിനൊപ്പം പെൻഗ്വിൻ കോളനികളുടെ വലിപ്പവും ഐസ്ബർഗുകളുടെയും ഐസിന്റെ കട്ടിയും കൂടി വന്നു. ഈ വലിയ പെൻഗ്വിൻ കോളനിയിൽ ജെൻ 2 എന്ന ടൈപ്പിലുള്ള പെൻഗ്വിൻസ് ആണുള്ളത്. 100 കണക്കിന് പെൻഗ്വിനുകൾ വെള്ളത്തിൽ കളിച്ചു തിമിർക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള വികാരം എന്തെന്നാൽ ഇതൊക്കെ കാണാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്നുള്ളതാണ്. ഈ യാത്രയുടെ ഭാരിച്ച ചിലവുകൾ മൂലം ഇത് ക്യാൻസൽ ചെയ്താലോ എന്ന് പലപ്പോഴും ആലോചിച്ചതാണ്. ബാങ്കിൽ കിടക്കുന്ന കാശിന് ഇതുപോലുള്ള ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയില്ലല്ലോ. ചില അസുലഭ മുഹൂർത്തങ്ങൾ കാണാനുള്ള ഭാഗ്യം എൻ്റെ കണ്ണുകൾക്കുണ്ടായി. കൺമുമ്പിൽ തകർന്നു വീണ് ആടിക്കളിക്കുന്ന ഹിമശില്പങ്ങൾ. ഇനി പോളാർ പ്ലഞ്ച്. -8 ഡിഗ്രിയോളം തണുപ്പുള്ള വെള്ളത്തിലേക്കുള്ള ചാട്ടം. ഉപ്പുവെള്ളമായതിനാൽ ഈ തണുപ്പിലൊന്നും ഇത് ഐസാകില്ല. ചാടുമ്പോഴുള്ള മൂച്ച് തണുത്ത് ഉറങ്ങലിച്ച് കയറുവരം കാണിക്കുന്നില്ല. ചില രാത്രികളിൽ ഇവിടെ ക്യാമ്പിങ്ങിന് സൗകര്യമുണ്ട്. ഐസിൽ കുഴികുത്തി സ്ലീപ്പിംഗ് ബാഗ് വിരിച്ചു കിടക്കും. കയാക്കിംഗ് എക്സ്പീരിയൻസ് പീപ്പിളിന് മാത്രം, അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ കിടക്കേണ്ടി വരും. 7 ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോകുന്നതിന് മുമ്പ് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. ഇത്തവണ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. കുറച്ചകലെയായി ഒരു സൈക്ലോൺ പാസ് ചെയ്യുന്നുണ്ട്. ഐസ് പീസുകൾ അടങ്ങിയ വലിയ തിരമാലകൾ കപ്പലിൽ അടിക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാകുന്നു. സ്റ്റോപ്പ് ബട്ടൺ കേടായ ഒരു റോളർ കോസ്റ്ററിൽ 48 hours ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ. ഇതും ഒരു എക്സ്പീരിയൻസ്. Like to thank you again for traveling with us, for coming here. Without you, we would stay at home too. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഈ എക്സ്പീരിയൻസ് സമ്മാനിച്ചവർക്ക് നന്ദിയോടുകൂടിയ വിട. ഞാൻ ആദ്യം ഓസ്ട്രേലിയയിൽ നിന്ന് ബ്യൂണസ് എയറസിലെത്തിയതിനു ശേഷം അവിടെ ഒരു ദിവസം ചിലവഴിച്ച് ആമസോണിലെ ഇഗ്വാസു ഫോൾസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഫ്രാൻസിസ് പാപ്പയുടെയും മറഡോണയുടെയും മെസ്സിയുടെയും ബ്യൂണസ് എയറസിന്റെ വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. പുലർച്ചെ തന്നെ പുറപ്പെട്ട് രാവിലെ 10 മണിയോടുകൂടി വാട്ടർഫോൾസിലെത്തി. ലഗേജസ് എല്ലാം കീപ്പ് ചെയ്യാൻ ഒരു ലോക്കർ കിട്ടി. 7 ന്യൂ നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ പെട്ട സ്ഥലമാണിത്. നമ്മളങ്ങനെ ഇഗ്വാസു ഫാൾസ്, നല്ല ഹ്യൂമിഡിറ്റിയിൽ നല്ല ചൂട്. അവസാനം ജാഗ്വാറിന്റെ നാട്ടിലെത്തി. നടന്ന് അവശരായി. ഈ വെയിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി, ഷർട്ടൊക്കെ വേർത്ത് കുളിച്ചു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നു. ഇപ്പോഴും വാട്ടർഫോൾസിന്റെ ഒച്ച കേൾക്കാന്നല്ലാതെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ, അതായത് ഒരു കാടിന്റെ നടുവിലൂടെ ഒരുപാട് നടന്നാലേ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലെത്തും. ഓസ്ട്രേലിയയിലുള്ള പോലെ തന്നെ പോസം ഇവിടെയുമുണ്ട്. അവൻ ആളും സാധാരണക്കാരനല്ല, അടുത്തെന്നാ പിടിച്ച് കടിക്കും. ചൂടായവരെ തണുപ്പിക്കാൻ ഒരു വാട്ടർ സ്പ്രേ തന്നിരിക്കുകയാണ്.
എല്ലാവരും വേർത്ത് കുളിച്ച് അവശതയായി വന്നിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പോകുക എന്നുള്ള രീതിയിലാണ് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. ലോവർ സർക്യൂട്ട് 2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ട്. ഇപ്പോൾ വാട്ടർഫോൾസിൻ്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ കഴിക്കാൻ പറ്റുകയാണ്. ഓ മൈ ഗുഡ്നസ്. മുന്നിൽ കാടോട് കൂടിയ ഒരു ചെറിയ കുന്നുള്ളതിനാൽ ഈ വാട്ടർഫാൾസ് ഒരിക്കലും മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കില്ല. ജീവിതത്തിൽ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണ് എന്ന് പറയപ്പെടേണ്ട ഒരു അവസരമാണ്. ഇത്ര വലിയ വാട്ടർഫാൾസ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിരപ്പള്ളി കണ്ടിട്ടുണ്ട്, നയാഗ്ര കണ്ടിട്ടുണ്ട്. ഇനി വാട്ടർഫാൾസിന്റെ അടിയിലേക്ക് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. ഇത് ബോട്ട് റൈഡിങ്ങിന് പോകാനുള്ള ഒരു ക്യൂ ആണ്. 40,000 പേസോസ് കൊടുത്ത് ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അരമണിക്കൂറോളം എടുക്കും വാട്ടർഫാൾസിനടുത്തെത്താൻ. ആമസോൺ കാടുകളുടെ നടുവിലൂടെയുള്ള ഒരു യാത്ര. അടിപൊളി. ഭയങ്കര എക്സ്പീരിയൻസ് പറഞ്ഞു. ഭയങ്കര എക്സ്പീരിയൻസ്. വാട്ടർഫോൾസിന്റെ നേരെ അടി കൊണ്ടുവന്നാൽ വെക്കും. ചോദ്യത്തിൽ ഏറ്റവും വാട്ടർഫോൾസിന്റെ നേരെ അടിക്കും. അടിപൊളി. അർജന്റീനയിൽ നിന്ന് ബ്രസീലിലേക്കുള്ള ലാൻഡ് ക്രോസിംഗ് നടത്തി. അവിടെ അടുത്ത് തന്നെ ഒരു ബേഡ്സ് പാർക്കുണ്ട്. ആമസോണിലെ ഏകദേശം എല്ലാ ബേഡ്സും ഇവിടെയുണ്ട്. ചെറിയൊരു അനകോണ്ട. ആമസോൺ കാടുകളുടെ മുഖമുദ്രയായ മക്കാവ് ബേഡ്സ്. ആമസോണിൽ നിന്ന് സാമ്പ ഡാൻസിന്റെ നാടായ റിയോയിലേക്ക്. കേരളത്തിലെ കാലാവസ്ഥയാണ് റിയോയിലുള്ളത്. എൻ്റെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ പപ്പായ, പേരയ്ക്ക, മാങ്ങ, പൈനാപ്പിൾ എല്ലാം ഉണ്ട്. റിയോയിലെ ആദ്യത്തെ പ്രോഗ്രാം ക്രൈസ്റ്റ് ദ റെഡീമർ. ക്രൈസ്റ്റ് ദ റെഡീമർ എന്നുള്ള ക്രൈസ്റ്റ് ഇങ്ങനെ കൈ വിരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാച്ചു നമ്മൾ ചെറുപ്പത്തിലെ മുതൽ കണ്ടിട്ടുള്ളത്. കാണുമെന്ന് നമ്മുടെ വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ട്രെയിൻ കയറി ആ ട്രെയിനിൽ ഈ മലയുടെ മുകളിൽ ചെല്ലും. മലയുടെ മുകളിലാണ് ഈ സ്റ്റാച്ചു ഉള്ളത്. ക്രൈസ്റ്റ് റെഡീമറിലേക്ക് പോകാനുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ്. അവിടെ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ മലയുടെ മുകളിലേക്കുള്ള ട്രെയിൻ സർവീസ് വന്നു. ട്രെയിൻ വന്നു. ഇതിന് മലയിലേക്ക് പോകാം. ട്രെയിനിൽ കയറി നമ്മളൊരു 15 മിനിറ്റോളം ട്രെയിനിൽ മല കയറി നമ്മൾ മലയുടെ മുകളിലെത്തിരിക്കുകയാണ്. ഒരുപാട് മുകളിലേക്ക് കയറി. ഇപ്പോൾ മുകളിൽ താഴെ വളരെ ചൂടായിരുന്നെങ്കിൽ ഇപ്പോൾ മുകളിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചെറിയ ആ ചൂട് കുറഞ്ഞു. നമ്മൾ ട്രെയിൻ കയറി മലയുടെ മുകളിലെത്തി. ആ മലയുടെ മുകളിലെത്തി കഴിഞ്ഞ് അതിലും വളരെ മുകളിലാണ് ഈ സ്റ്റാച്ചു ഉള്ളത്. പിന്നെ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ അവർ വലിയ സ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. സ്റ്റേഴ്സ് കയറി മുകളിലേക്ക് പോകാം. ഇനി വേണമെങ്കിൽ അവിടെ ഒരു എലിവേറ്ററും വെച്ചിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല. മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ്. ശരീരം കോരിത്തരിക്കുന്നു. വല്ലാത്തൊരനുഭൂതി.
ഇതുപോലൊരു ഫീലിംഗ് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോകൾ വളരെയധികം കണ്ടിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനൊരു ഭാഗ്യം. നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ആളുകൾ കഷ്ടപ്പെടുകയാണ്. പ്ലാവിൻ്റെ കാട്. ചെറുതും വലുതുമായ പ്ലാവുകൾ നിറഞ്ഞ പ്ലാവിൻ്റെ ഒരു കാട്. എല്ലാത്തിലും നിറയെ ചക്കകളും. പോർച്ചുഗീസുകാർ എന്ന് പറഞ്ഞാൽ പറങ്കികൾ അവരുടെ കോളനിയായിരുന്ന ബ്രസീലിൽ നിന്നാണ് ആദ്യമായി കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് നമ്മുടെ കേരളത്തിൽ എത്തിച്ചത്. പാഷൻ ഫ്രൂട്ടിന്റെ വലിപ്പം കണ്ടോ? പപ്പായയുടെ അത്രയുണ്ട്. നമ്മുടെ നാടൻ കപ്പ. ഷുഗർ ലോഫ് മൗണ്ടൻ ഇന്നത്തെ ഫസ്റ്റ് പ്രോഗ്രാം അതാണ്. ഗുഡ് മോർണിംഗ്. റിയൽ ഷുഗർ ലോഫ് മൗണ്ടനിലെ കേബിൾ കാറിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഒരു കേബിൾ കാറ് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കേബിൾ കാറിൻ്റെ അകത്ത് കയറിയാണ്. ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്നുണ്ടെങ്കിൽ റിയോ ഹാർബർ മുഴുവൻ കാണാം. 7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ പെടുന്ന ഒന്നാണ് റിയോ ഹാർബർ. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫും അതിൽ പെടും. ഇഗ്വാസു ഫാൾസ് ഇപ്പോഴത്തെ ന്യൂ നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ പെടുന്ന ഒന്നാണ്. ഒരു കേബിൾ കാർ വരുന്നുണ്ട്. അതിൽ കയറി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ആ സെക്ഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവസാനിക്കുകയാണ്. ഷുഗർ ലോഫ് മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് കാപ്പക്കബാന ബീച്ച്. അതിൻ്റെ അപ്പുറത്താണ് വേറെ എല്ലാം വായിൽ കൊള്ളാത്ത പേരുകളാണ്. ഇവിടുത്തെ ഫേമസ് 2 ബീച്ചുകളാണുള്ളത്. ഇതാണ് ഏറ്റവും ഫേമസ് ബീച്ച്. ഇതാണ് ബ്രസീലിലെ വേൾഡ് ഫേമസ് കാപ്പക്കബാന ബീച്ച്. ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ കാലുകൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വഴികൾ നനച്ചിട്ടിരിക്കുന്നത്. റിയോവിലെ 5ാമത്തെ ദിവസത്തെ ആദ്യത്തെ പ്രോഗ്രാം കത്രീഡൽ. റിയോയിലെ ഏറ്റവും ഫേമസ് കത്തീഡ്രലാണിത്. ഈ മോഡലുള്ള ഈ ഡിസൈനിലുള്ള ഒരു കത്തീഡ്രൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ബിഷപ്പ് റോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ബിഷപ്പ് ഇവിടെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അകം വളരെ സ്പെഷ്യലാണ്. ഇന്ന് എന്തോ ഒരു പ്രോഗ്രാം വെഡിങ് ആണെന്ന് തോന്നുന്നു നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിറയെ ആളുകളുണ്ട്. റിയോവിൽ നിന്ന് ഇനി ആൻഡീസ് പർവ്വതനിരകളിലേക്ക്, അവിടുത്തെ പാറ്റഗോണിയ എന്ന പ്രദേശത്തുള്ള എൽ കലഫാറ്റെ എന്നുള്ള ഹിൽ സ്റ്റേഷനിലേക്കാണ് അടുത്ത് പോകുന്നത്. നമ്മളിപ്പോൾ റിയോ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ എൽ കലഫാറ്റേക്കുള്ള ഫ്ലൈറ്റിന് ചെക്ക് ഇൻ ചെയ്തു. ഒരു ഹ്യൂജ് എയർക്രാഫ്റ്റിന് ഒരു ചെറിയ വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകുന്നു. എയർപോർട്ടിൽ വെച്ച് എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം അവർ എടുത്തു കളഞ്ഞു. ബയോസെക്യൂരിറ്റി റൂൾസ് വളരെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇവിടെ സമ്മറാണ്. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. സമ്മർ ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഐസ് ഇല്ലാത്തത്. വിന്ററിലെല്ലാം ഇവിടെ ഐസ് മുടി വരും. ബ്യൂട്ടിഫുൾ പ്ലേസ്. നിറയെ പട്ടികളാണ്. അതാണ് നമുക്ക് അതുള്ള പ്രശ്നം. ഈ പട്ടി നമ്മളെ നക്കാൻ വന്നിട്ടുണ്ട്. വലിയ ഭീമം പട്ടികൾ. നമ്മളിന്ന് പൊറിറ്റോ മൊറീനോ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വലിയ ഗ്ലേസിയറാണ്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ ഗ്ലേഷ്യർ ഒരു നിസ്സാരക്കാരനല്ല. ദിസ് ഐസ് ഫീൽഡ് ഈസ് ദി വേൾഡ്സ് 3rd ലാർജസ്റ്റ് റിസർവ് ഓഫ് ഫ്രഷ് വാട്ടർ. 250 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ഫ്രഷ് വാട്ടർ ടാങ്കിനോട് ഇതിനെ കമ്പയർ ചെയ്യാം. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗ്ലേഷ്യറിന് ചുറ്റും കിലോമീറ്ററോളം നീങ്ങുന്ന എലിവേറ്റഡ് ഫുട്പാത്തും കൂടാതെ പുറത്ത് ബോട്ട് റൈഡിംഗും ഉണ്ട്.
ഇനി ലാറ്റിൻ അമേരിക്കയുടെ ട്രെക്കിംഗ് ക്യാപിറ്റലായ എൽ ചാൽട്ടൺ. ലാമകളെ പോലെ ഇരിക്കുന്ന ഗുവനാക്കോസ് വഴിയിലുടനീളമുണ്ട്. മഞ്ഞുമലകൾക്ക് നടുവിലാണ് എൽ ചാൽട്ടൺ. ഇവിടെ എല്ലാ തരത്തിലുള്ള ട്രെക്കിങ്ങിന് സൗകര്യമുണ്ട്. ദിവസങ്ങളോളം നീളുന്ന ക്യാമ്പിംഗ് അടങ്ങിയ ട്രെക്കിങ്ങുകൾ തുടങ്ങി സാധാരണക്കാർക്ക് വേണ്ടി കുറച്ച് കിലോമീറ്ററുകൾ നടക്കാവുന്ന ട്രെക്കിംഗ് വരെ ഇവിടെയുണ്ട്. ഞാൻ ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു ട്രെക്കിംഗ് ആണ് തിരഞ്ഞെടുത്തത്. വെള്ളച്ചാട്ടത്തിലെ വെള്ളം കുടിക്കണം പോലും. നമ്മളങ്ങനെ അവസാനം വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റീൻ നേച്ചർ ആയതുകൊണ്ട് ശുദ്ധജലമാണ് ഇവിടെ ഒഴുകുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് എല്ലാവരും അവിടുത്തെ വെള്ളം കുടിക്കണമെന്നാണ് ട്രഡീഷൻ. പക്ഷേ നാട്ടിലെ ഓർമ്മകളുള്ളതുകൊണ്ട് എൻ്റെ മനസ്സ് അതിനനുവദിച്ചില്ല. ഇവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലെ ടാക്കോസ് ആയിരുന്നു എൻ്റെ എല്ലാ ദിവസത്തെയും ഡിന്നർ. ഇത്രയും ടേസ്റ്റുള്ള ടാക്കോസ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അങ്ങനെ കലഫാറ്റയിലെ സ്റ്റേ കഴിഞ്ഞു. എയർപോർട്ടിലെത്തി. ഞാൻ എൻ്റെ ലഗേജിൽ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റി വയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. മാറ്റി വയ്ക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചൊന്ന് വലിയ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ലോകത്തിന്റെ ഏറ്റവും തെക്ക് കിടക്കുന്ന ഉഷ്വായിൽ നിന്നാണ് അന്റാർട്ടിക്കയിലുള്ള ഷിപ്പ്. ഇതിന് തെക്ക് ഇന്ന് ജനവാസമില്ലാത്തതിനാൽ ദി എൻഡ് ഓഫ് ദി വേൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഉഷ്വായ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് കിടന്നു. യൂറോപ്യൻ സെറ്റിലേഴ്സ് എത്തുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന യമാന പീപ്പിൾ എന്ന് പറയുന്ന ആദിവാസികൾ വസ്ത്രമൊന്നും ധരിക്കാതെയാണ് ഈ തണുത്ത ലോകത്ത് ജീവിച്ചിരുന്നത്. ഇവരിൽ 1% താഴെ പേർ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അന്റാർട്ടിക്കയ്ക്ക് ശേഷം അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലേക്ക് മറഡോണയുടെയും മെസ്സിയുടെയും ഫ്രാൻസിസ് പാപ്പയുടെയും ബ്യൂണസ് ഐറിസ്. അർജന്റീനിയൻ കറൻസിയുടെ വില എന്നും കുറയുന്നതിനാൽ ഒരു $300 മാറിയപ്പോൾ എനിക്ക് 1 കെട്ട് നോട്ടുകളാണ് കിട്ടിയത്. അതിസുന്ദരമായ ബിൽഡിങ്ങുകളാൽ സമ്പന്നമാണ് ബ്യൂണസ് ഐറിസ്. 40 കൊല്ലം മുമ്പ് വരെ അർജന്റീന ഒരു സമ്പന്ന രാജ്യം. ജനസംഖ്യയിൽ ഭൂരിഭാഗവും വെള്ളക്കാരാണ്. ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും കുടിയേറിയവർ. ഈ സെമിത്തേരിയാണ് ഇവിടുത്തെ മറ്റൊരു വലിയ ആകർഷണം. 200 വർഷത്തോളം പഴക്കമുള്ള 14 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ വലിയ സെമിത്തേരിയിൽ പല പ്രമുഖരെയും സെലിബ്രിറ്റീസിനെയും അടക്കിയിരിക്കുന്നു. അവരുടെ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലാണ് കുടീരങ്ങൾ തീർത്തിരിക്കുന്നത്. സുന്ദരവും മോഡേണുമായ പല ബിൽഡിങ്ങുകളും ഉണ്ട്. ധാരാളം പഴയ ബിൽഡിങ്ങുകളും. ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്ന ബിഷപ്പ് ഹൗസ് സിറ്റിയുടെ നടുവിൽ തന്നെയുണ്ട്. വളരെ ഭംഗിയുള്ള വളരെ പുരാതനമായ പള്ളിയാണത്. വീക്കെൻഡുകളിൽ ഈ നഗരം ഉറങ്ങാറില്ല. ധാരാളം കലാകാരന്മാർ തെരുവുകളിലുണ്ട്. കുറെ ട്രാൻസ്ജെൻഡേഴ്സും. പകൽ പലതരം കാഴ്ചകളുണ്ട്. സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ ധാരാളം. ടാങ്കോ ഡാൻസ്. ബ്യൂണസ് ഐറിസിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ടാങ്കോ ഡാൻസ് ഷോ. ഒരു മാസത്തോളം നീണ്ടുനിന്ന സ്വപ്നതുല്യമായ ഈ യാത്ര പൂർത്തിയാക്കി ഞാൻ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് തിരിക്കുകയാണ്. ഇതിന് എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.